മഞ്ഞുമ്മൽ ബോയ്സ്. ഇത് സീൻ വേറെയാണ് കേട്ടോ, വേറെ ലെവല് സാധനമാണ്. അപ്പോൾ 2024 ഫെബ്രുവരി മലയാള സിനിമയിൽ പ്രത്യേകം രേഖപ്പെടുത്തേണ്ട ഒരു മാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം 4 സിനിമ അതെ, വന്നു 4 ഹിറ്റ് അതെ അടിച്ചത്. 4 ഹിറ്റുകൾ തുടർച്ചയായിട്ട് 4 സ്ക്രീനൊക്കെ ഉള്ള തിയേറ്ററിൽ 4 സ്ക്രീനും ഒരേപോലെ ഫില്ലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇങ്ങനെ സീറ്റൊക്കെ ഫുൾ അതെ ഫില്ലായി കാണുന്നല്ലേ. അതെ. അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ ഈ പടം കാണാൻ പോയത് ഒരു വലിയ തിയേറ്ററിലാണ് കേട്ടോ. ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു മാസ് ഓഡിയൻസിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഈ ഒരു പടം കാണാൻ പോയത്. അപ്പോൾ ഈ പടം തുടങ്ങുന്നത് നമ്മുടെ ഗുണയല്ല സിനിമേൻ്റെ പേര്. Yes. ആ കൺമണി അൻപോട് ആ പാട്ടിൽ നിന്നാണ് ഇതിന്റെ ഇത് ടൈറ്റിൽസ് തുടങ്ങുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പാട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ എല്ലാവരും ഇതിൻ്റെ കൂടെ പാടാൻ തുടങ്ങി. തിയേറ്ററിൽ ആ വലിയ ക്രൗഡ് മൊത്തം അതിൻ്റെ കൂടെ കൺമണി അൻപോട് എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ സിനിമയിൽ ഇന്നായി കേട്ടോ. സത്യത്തിൽ ആ സിനിമയിലേക്ക് നമ്മൾ കയറി ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര അങ്ങനെ പാട്ട് പാടി ഉല്ലസിച്ചിട്ടാണ് പടം കണ്ടു തുടങ്ങിയത്. അങ്ങനെ ഒരു കല്യാണ സീന് വരുന്നു, അങ്ങനെ കുറേ കോമഡികൾ വരുന്നു, ഇവരെ യാത്ര തുടങ്ങുന്നു, അങ്ങനെ 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 വന്ന് പതുക്കെ പതുക്കെ സൈലന്റ് ആയി അതെ അല്ലേ അതെ തിയേറ്റർ അങ്ങനെ ഫുൾ. സൈലന്റ് ആവാൻ തുടങ്ങുന്നത് എങ്ങനെ അറിയോ, ആ കോൺഫ്ലിക്റ്റ് വന്നതോട് കൂടെയാണ് തിയേറ്റർ സൈലന്റ് ആയത്. അത്രയും നേരം എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ആ ക്രൗഡ് പതുക്കെ ഇങ്ങനെ സൈലന്റ് ആയി ഇങ്ങനെ വന്നിട്ട് ഒരു ഡെത്ത് സൈലൻസ് തിയേറ്ററിൽ മൊത്തം. അവിടെയാണ് എന്ത് വരുന്നത് അറിയാം, ഇന്റർവെൽ. ഇന്റർവെല്ല് വരുന്നത്. അയ്യോ, ഇന്റർവെല് വന്നപ്പോ ഫുൾ ആലോചന പിന്നെ അതെ, ഇതെങ്ങനെ ഓവർകം ചെയ്യുന്നായി. ഇവളെന്നോട് ഇത് എങ്ങനെടാ ഇത് ഓവർകം ചെയ്യാന്ന് ഇവളെന്നോട് ചോദിക്കുക. ആ ഒരു സംശയത്തിന്റെ മൊത്തം ക്രൗഡും അതെ, എന്തപ്പോ ഇത് എല്ലാരും സംഭവിക്കാൻ പോകുന്നേ. പെട്ടെന്ന് പുറത്തിറങ്ങി, എല്ലാരും അതെ പെട്ടെന്ന് തന്നെ തിയേറ്ററിനകത്തേക്ക് അതെ കയറിയിരുന്നു. എല്ലാരും സീറ്റിൽ വന്നിരുന്നു അച്ചടക്കത്തോടെ. അതെ, അച്ചടക്കത്തോടെ എല്ലാവരും കയറി തിയേറ്റർ എന്താ പറയുക, ഇന്റർവെല്ലിൽ കഴിയുന്നതിന്റെ മുന്നേ തന്നെ തിയേറ്റർ വീണ്ടും സീറ്റൊക്കെ എല്ലാവരും സെറ്റായിട്ടിരുന്നു. അപ്പോഴാണ് മറ്റേ വീക്കോ ടർമറിക്കിന്റെ ഒക്കെ പരസ്യം വരുന്നത്. ആൾക്കാർ കൂവിയിട്ട് ഒടുക്കത്തെ കൂവലായിരുന്നു. പെട്ടെന്ന് പടം തുടങ്ങണം, കാരണം ഇതെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആൾക്കാർക്ക് എന്താ പറയുക മനസ്സിലാവണം. എന്താ ഇത് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ് ഒരു വളരെ ഭയങ്കര ഒരു ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ ഒരു രക്ഷയില്ല, കൊറേ അതെ, കരഞ്ഞു. ഇവളെ പടത്തിന്റെ അവസാനം ഭയങ്കരമായിട്ട് കരയായിരുന്നു. ഈ പടം നമ്മളെ ഇമോഷണലിയും ഹുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ ഭയങ്കര എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് യാത്ര പോയി, അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു അപകടം പറ്റിയ നമ്മൾ എന്തെങ്കിലെങ്കിലും പോയി പിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുണ്ടാവുന്ന ഒരു വിഷമം എല്ലാം കൂടെ ഉണ്ടല്ലോ, അത് എല്ലാം കൂടെ കയറി നമ്മളങ്ങ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു സിനിമയിൽ. അങ്ങനെയാണ് നമ്മൾ ഈ പടത്തിൽ പിടിച്ചിരുത്തുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ബോറിംഗ് ആയിട്ടുള്ള ഒരു സീനും ഈ പടത്തിൽ ഇല്ല എന്നുള്ളതാണ്. BGM ഒന്നും ഒരു രക്ഷയില്ല. അതെ, പക്ഷെ BGM എവിടെ എടുത്ത് പിടിച്ച് ആ, നിൽക്കുന്നൊന്നുമില്ല. BGM സെപ്പറേറ്റ് നിൽക്കുക. അങ്ങനെ ഇപ്പൊ ഈ സുഷിൻ സ്വാമിന്റെ ഒക്കെ ചില സിനിമകളിലൊക്കെ BGM എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമേനെക്കാട്ടും ചില സമയത്ത് BGM ഇഷ്ടമാവാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ BGMനെ ശ്രദ്ധിക്കുന്നില്ല സത്യത്തിൽ. കാരണം അതിങ്ങനെ ഇഴുകിയിരിക്കണം അതിനകത്ത്. നമ്മളെങ്ങനെ എന്താ പറയാ, നമ്മളെങ്ങനെ ഇലവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള BGM ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിന് ശേഷം ഗൂസ് ബം നിമിഷങ്ങളുടെ ഒരു 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 എന്താ പറയാ ഒരു മഹാപ്രളയമായിരുന്നു. അതെ. കയ്യടികളോട് കയ്യടികളുടെ എന്താ ഓ, പറയാ, ചില സീനൊക്കെ വരുമ്പോ അതെ, ദൈവമേ. ആൾക്കാരെ ആർത്ത് വിളിച്ച് കയ്യടിക്കായിരുന്നു. അങ്ങനത്തെ രോമാഞ്ചം വരുന്ന തരത്തിലുള്ള സീനുകളായിരുന്നു എന്താ പറയാ സെക്കൻഡ് ഹാഫിലേക്ക്. അപ്പൊ ഈ പടം കണ്ട് നമ്മൾ കഴിഞ്ഞിറങ്ങുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഭയങ്കര റിലാക്സ്ഡ്, ഭയങ്കര റിവീൽഡ് ആണ്. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഈ സിനിമ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പോരുന്നത്. ഇതൊക്കെ ഒരു റിയൽ സ്റ്റോറി ആണല്ലോ എന്ന് ആലോചിക്കുമ്പോ അതെ, എങ്ങനെ അവരത് പിന്നെ പിന്നെ ഓർക്കാനേ വയ്യ. ആ ലൊക്കേഷൻ അവർ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സെറ്റ്, കൊടൈക്കനാൽ. അതെ സെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ എന്നാലും കൊടൈക്കനാലിലെയും ആ ഒരു 2006 ഇതിന്റെ ഒരു കാലഘട്ടം. 2006 കാലഘട്ടത്തിൽ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ എന്താണ്, നമ്മുടെയൊക്കെ ഡ്രസ്സ്, ഡ്രസ്സ് അതെ അത് കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് 2006, 2007, 2008 കാലഘട്ടത്തിൽ നമ്മുടെ ഡ്രസ്സ് എങ്ങനെയായിരുന്നു, നമ്മുടെ പാൻറ്റിന്റെ ഷർട്ടിന്റെ ഒക്കെ ഒരു കോലം എന്തായിരുന്നുള്ളതൊക്കെ അത് കറക്റ്റ് അതുപോലെ പിടിച്ചു പോയിട്ടുണ്ട് ഈ ഒരു പടത്തില്. ഫസ്റ്റ് കയ്യടി കൊടുക്കേണ്ടത് നമ്മുടെ ഡയറക്ടേഴ്സ് ചിദംബരത്തിന് തന്നെയാണ്. അതെ, പുള്ളിക്കാരൻ ഇത് വേറൊരു റേഞ്ചിൽ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി ആണെങ്കിൽ കൂടെ അതെ, നമ്മൾ ഒട്ടും മടുപ്പിക്കാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. മടുപ്പിക്ക് ദൈവമേ, ഓരോന്ന് കഴിയുമ്പോഴും ആകാംക്ഷയോടെ അതെ, നോക്കിയിരിക്കുക. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഡയറക്ഷനാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും നല്ല രസമുണ്ട്. നമ്മൾ
ക്യാമറ വെച്ചത് അറിയില്ല. അങ്ങനെ തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ സിനിമയിൽ എങ്ങനെ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നത് പോലെയാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. നമ്മൾ ഒരു ഒരു എന്താ പറയാ, ഒരു സെക്കൻഡ് പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂലൊന്നും അല്ല സിനിമ കാണുന്നത്. നമ്മൾ ആ സിറ്റുവേഷനിൽ ഉള്ളപ്പോൾ നമ്മളത് എങ്ങനെ നോക്കി കാണുന്നു അതേപോലെയാണ് ഈ സിനിമ പോയിട്ടുള്ളത്. അപ്പൊ ക്യാമറ ഡിപ്പാർട്ട്മെന്റും ഒരു രക്ഷയില്ല. ആക്ടേഴ്സ് അതെ. എനിക്ക് ആദ്യം കണ്ടപ്പോ ഉണ്ടല്ലോ, എന്താ പറയാ, ഇതിലിപ്പോ ആരെ നോക്കി നിക്കണം, എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി പോയി. ആദ്യം എല്ലാരും ഒരു ഫ്രെയിം വന്നില്ലേ ആ സമയത്ത്. അപ്പോൾ എന്താ പറയാ, ആരെ അങ്ങനെ മാറ്റി നിർത്തപ്പെടുക അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമക്കകത്ത്. അത്രയും ഫ്രണ്ട്സ് പോകുമ്പോൾ ഇപ്പൊ ചില സമയത്ത് നമ്മളിങ്ങനെ എന്താ പറയാ, ചിലപ്പോൾ അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരാൾ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെ സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത്. ഒരു കൂട്ടം ഫ്രണ്ട്സ് യാത്ര പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാനും ആസ്വദിക്കാനും പറ്റും ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മള് മലയാളത്തിലെ ബെസ്റ്റ് സർവൈവൽ ത്രില്ലർ. എന്ന് തോന്നുന്നു. അതെ. മറ്റേ ഇവളുടെ ഒരു പടം ഉണ്ടായിരുന്നു, എന്തായിരുന്നു, ഹെലനോ എന്തായിരുന്നു പേര്, അന്നാബെന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ത്രില്ലറാണ്. പക്ഷെ എനിക്ക് അതിലേറെ ഇഷ്ടമായി കേട്ടോ ഈ ഒരു പടം. അതിലേറെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ് ഈ ഒരു പടം. അപ്പൊ ഒട്ടും വൈകണ്ട, വേഗം ടിക്കറ്റ് എടുത്തോ, നേരെ പോയി കണ്ടോ.